بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനോടൊപ്പം സഹാബാക്കളോടൊപ്പം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാം അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിന് യോഗ്യരായ ആൾക്കാരാണ് തിരഞ്ഞെടുക്കുക. എല്ലാവരും അള്ളാഹു തിരഞ്ഞെടുക്കില്ല. കാരണം പ്രവാചകനെ പറ്റി അള്ളാഹു പറഞ്ഞത് എന്താണ്? ആ റിസാലത്ത് ആരെ ഏൽപ്പിക്കണമെന്നുള്ളത് അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. അതേപോലെ ആ റിസാലത്തിൻ്റെ ഇൽമ്, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അറിവ്, ഇൽമ് അത് ആർക്കാണോ അള്ളാഹു കൊടുക്കേണ്ടത്, ആരാണ് അതിൻ്റെ വാഹകരാകേണ്ടത്, അവർക്ക് അള്ളാഹു പ്രത്യേകം തൗഫീഖ് കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അതിന് നമ്മളെന്ത് ചെയ്യുക? ശുക്ർ ചെയ്യുക. ലൈൻ ശകർത്തും ലഅസീദന്നക്കും. നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യും? അള്ളാഹു നന്മകളിൽ മുന്നേറാൻ, നന്മകളിൽ പങ്കാളികളാകാൻ അവസരങ്ങൾ നൽകും. അതിൻ്റെ സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരും. അള്ളാഹു ആ രീതിയിൽ നമ്മളെ കബൂലാക്കട്ടെ. ആരോഗ്യത്തോടെയും മറ്റെല്ലാ സുഖസൗകര്യത്തോടെയും ദുനിയാവിൽ ജീവിക്കുന്ന സമയം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആൾക്കാരായി, ഇൽമിൻ്റെ ആൾക്കാരായി അത് പഠിച്ചും പഠിപ്പിച്ചും മറ്റുള്ളവരിലേക്ക് എത്തിച്ചും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആൾക്കാരായി ജീവിക്കാൻ, ആ രീതിയിൽ തന്നെ മരണപ്പെടാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യ മൽഊന, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാണ്. മൽഊനുൻ മാ ഫീഹ, രണ്ട് റിവായത്തുണ്ട്. ഒന്ന് മാ ഫീഹ, ജീവനില്ലാത്തത്, ദുനിയാവിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്, ദുനിയാവിൻ്റെ വസ്തുക്കൾ. മറ്റൊരു റിവായത്ത് മൻ ഫീഹ, ബുദ്ധിയുള്ള ആൾക്കാർ, മനുഷ്യർ, ആ ദുനിയാവിലുള്ള സകലരും എന്താണ്? ശപിക്കപ്പെട്ടതാണ്. ആരൊഴികെ? അള്ളാഹുവിൻ്റെ ദിക്റൊഴികെ, അതുമായി ബന്ധപ്പെടുന്നവരൊഴികെ. അള്ളാഹുവിൻ്റെ ദിക്റും ആ ദിക്റുമായി ബന്ധപ്പെടുന്നവർ ഒഴികെ. ഔ ആലിമൻ മുതഅല്ലിമ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. പ്രിയമുള്ളവർ, അങ്ങനെ ആ ശപിക്കപ്പെട്ട ദുനിയാവിൽ നിന്നും, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായ ദുനിയാവിൽ നിന്നും അള്ളാഹു ഒഴിവാക്കിയ, ആ ദുനിയാവിൽ പെടാത്ത, ശപിക്കപ്പെട്ടവരല്ലാത്ത നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി എന്നുള്ളത് അൽഹംദുലില്ലാഹ്. എത്രയോ ആൾക്കാരുണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ദീനിൻ്റെ അറിവിൽ നിന്നും വളരെ വിദൂരത്തായി, അതൊന്നും അറിയാതെ, അതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ, ആരാലും പറഞ്ഞത് കേൾക്കാത്ത ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കങ്ങനെ ഇൽമിൻ്റെ സദസ്സിലേക്ക് വരാനും അവിടെ പങ്കെടുക്കാനും ഖുർആൻ്റെയും ഹദീസിൻ്റെയും അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കാനും അറിയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ ശുക്റുള്ളവരായി നാം മാറണം. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഈ ഇൽമും ഈ അറിവും ഈ ഖുർആനുമായുള്ള ബന്ധവും ഏതുവരെ നമുക്ക് ആവശ്യമുണ്ടോ അതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചേരുമാറാകട്ടെ. ആഖിറത്തിൽ
ഖുർആൻ്റെ ആൾക്കാരോട് അള്ളാഹു പറയും ഇഖ്റ വർഖി, നീ ഓത് എന്നിട്ട് നിൻ്റെ ദറജകൾ കയറ്. അങ്ങനെ അവസാനം എവിടെയാണ് ഓതി നിർത്തുന്നത് അതാണ് സ്വർഗത്തിൽ നിൻ്റെ സ്ഥാനമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന് ചില അഹ്ലുണ്ട്. അഹ്ല് എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാർ. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിന് അടുപ്പക്കാരുണ്ട്. ആരാണവർ? ഹും അസ്ഹാബുൽ ഖുർആൻ, ഖുർആൻ്റെ ആൾക്കാരാണ്. ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഹും അഹ്ലുല്ലാഹി വഖാസത്തു, അവർ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ്. വഖാസത്തു, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് നാളെ ആഖിറത്തിൽ. ഒരു ഹദീസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. മുത്തലഖനാണ്, നിരുപാധികം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. നിങ്ങളുടെ ഏറ്റവും ഖൈർ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന താബിഈ പണ്ഡിതൻ അബു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, ഈ ഹദീസ് കേട്ട അന്ന് മുതൽ, അദ്ദേഹം ഹദീസ് ഉസ്മാൻ ബിൻ അഫ്ഫാനിൽ ഈ താബിഈ പണ്ഡിതനാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാനിൽ നിന്നും ഈ ഹദീസ് കേട്ട് കൂഫയിലെ മസ്ജിദുൽ ജാമിഇൽ 40 വർഷം സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കാനിരുന്നു എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കിയാൽ, നമ്മൾ കുറേ ആയി കേൾക്കുന്നു, ഖുർആൻ പഠിച്ചവരാണ് ഏറ്റവും ഉത്തമം. നമ്മൾ കേട്ട് ഒരു ചെവിയിൽ കേട്ട് മറ്റു ചെവിയിലെ വിട്ടു, നമുക്കതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഒന്നാലോചിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഖൈറുക്കും, നീയാണ് ഏറ്റവും ഖൈർ. ആര്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. അത് നമ്മളെ മനസ്സിൽ കയറിയിട്ടില്ല. നമ്മുടെ മനസ്സിലിപ്പോൾ ഏറ്റവും ബേക്കിലാരാ ദുനിയാവിൽ? പള്ളി ദർസ് പഠിക്കുന്ന ആൾക്കാർ. ഏത്? അഖീദ ശരിയായ, തൗഹീദ് ശരിയായ, സലഫി മൻഹജുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് പറയുന്നു. മറ്റവർ ഏതായാലും പോയി, അഖീദമായ പോയി, അതിനപ്പുറം വേറൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഖുർആൻ പഠിക്കുന്നു. എന്താ പഠിക്കുന്നത്? ഖുർആൻ പഠിക്കുന്നത് പറയാനൊരു മോശം, ഡിഗ്രി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വലിയ വലിയ പേരും അറിയും. അത് കേൾക്കുമ്പോൾ ഉപ്പാക്കുമ്മാക്കും ഒരു സമാധാനം. എൻ്റെ മോൻ എന്താ പഠിക്കുന്നത്? മോൻ ഖുർആൻ പഠിക്കുന്നു, ഹിഫ്ള് പഠിക്കുന്നു. അതിൻ്റെ കൂടെ അല്ല ഡിഗ്രി ഉണ്ട്, ആദ്യം ഡിഗ്രിയാണ് പറയാം, എന്നിട്ട് അതിൻ്റെ കൂടെ ഖുർആനുണ്ട്, ഹിഫ്ളുണ്ട്, ചെറിയ രീതിയിൽ രാവിലെ വൈകുന്നേരം ചെറുങ്ങനുണ്ട്. നമ്മുടെ പോക്ക് എവിടെ പോയി നോക്കിയാൽ. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആ ഹദീസ് എന്തിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ആ പഠിക്കുന്നവർക്കുമില്ല, പുറമേ നിന്ന് ചോദിക്കുന്ന ആൾക്കാർക്കും ആ ബോധമില്ല. നമ്മൾ എത്രയോ ബേക്കിലാണ്, എത്രയോ പിറകിലാണ്. യഥാർത്ഥ ദീനിൽ നിന്നും, ദീനിൻ്റെ ആൾക്കാരിൽ നിന്നും, സഹാബാക്കളിൽ നിന്നും നമ്മൾ എത്രയോ ആണ്. നമ്മളൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ജീവിക്കുകയാണ്, ഏതോ ഇങ്ങനെ ആ ദുനിയാവിൻ്റെ ആ രസത്തിലും ആ പളവളപ്പിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അതല്ല ജീവിതം. അതിൻ്റെ അപ്പുറം വേറെ ജീവിതമുണ്ട്. സഹാബാക്കളുടെ ജീവിതമൊക്കെ ഒന്ന് വായിക്കണം, അതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. അത് നമ്മുടെ കുടുംബത്തെയും നമ്മളെയും അത് പഠിപ്പിക്കണം നമ്മൾ. അവിടെയാണ് പ്രിയമുള്ളവരെ വിജയമുള്ളത്, അവിടെയാണ് സന്തോഷകരമായ ജീവിതമുള്ളത്. അപ്പോൾ ഖുർആൻ പഠിക്കുക എന്നുള്ളത് അത് വലിയ തൗഫീഖാണ്. അതെല്ലാവർക്കും എന്തില്ല, ആയിക്കൊള്ളണമെന്നില്ല. മുനാഫിഖീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിലുണ്ടാവും. റസൂലിൻ്റെ സദസ്സിൽ അവരുണ്ടാവും. റസൂലിൻ്റെ വായിൽ നിന്നാണ് അവർ ഖുർആൻ കേൾക്കുക, റസൂലിൻ്റെ തിരുനാവിൽ നിന്നാണ് അവർ ഹദീസുകൾ കേൾക്കുക. പക്ഷെ അവരുടെ മനസ്സിലേക്ക് എന്തില്ല, അത് ഇറങ്ങൂല. അവിടെ പ്രിയമുള്ളവരെ, ഇതൊക്കെ പഠിക്കാൻ, കേൾക്കാനുള്ളൊരു മനസ്സ്, ആ കേട്ടത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, അത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വലിയ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട്, റസൂൽ ഹദീസ് പറയുന്നത് കേട്ടിട്ട് അത് മനസ്സിലേക്ക് ഇറക്കാൻ പറ്റാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ എത്രയോ നിർഭാഗ്യകരമാണ്. നമ്മൾ അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഖുർആൻ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ജോലി, ഏറ്റവും ഹൈറായ ജോലി അതാണ്. അവരെക്കാൾ ഹൈറായ വേറൊരു വിഭാഗം ഇല്ല എന്നുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്.
ആയത്തിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് കൊടുത്ത തഫ്സീർ എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് ആദ്യത്തെ സാക്ഷി ആരാണ്? അള്ളാഹുവാണ്. രണ്ടാമത്തത് വൽ മലായിക, അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞ പേര് വൽ മലായിക. മലക്കുകൾ ആരാണ്? മലക്കുടെ വാസസ്ഥലം ആകാശമാണ്. അപ്പോൾ ആകാശത്തിൽ ഏറ്റവും വലിയ ഒരു സമൂഹത്തെയാണ്, ഏറ്റവും ഉന്നതരായ സമൂഹത്തെയാണ് അള്ളാഹിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത്. മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ മലക്കുകളുടെയും കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞ പേര് വ ഉലുൽ ഇൽമി, ഇൽമുള്ള ആൾക്കാരാണ്, ഖുർആനും ഹദീസും അറിയുന്ന ആൾക്കാരാണ്. ഇമാം ഖുർത്തുബി പറയാണ്, ദുനിയാവിൽ ഭൂമിയിൽ അവരെക്കാൾ ഖൈറായ ഒരു വിഭാഗം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അവരുടെ പേര് അതിൻ്റെ കൂടെ ചേർത്ത് പറയുമായിരുന്നു. ഇല്ല, അവരെക്കാൾ ഖൈറായ ഒരു വിഭാഗം ഇല്ല. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെക്കാൾ ഖൈറായ ഒരു വിഭാഗം ഭൂമി ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സമയം ഉപയോഗപ്പെടുത്തുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇൻഷാ അല്ലാഹ്. നമ്മൾ സൂറത്ത് യാസീനാണല്ലോ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അവസാനം 60 ആയത്ത് പൂർത്തിയായി. ഇപ്പോൾ അവസാനം പറഞ്ഞു വെച്ചത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് കരാറ് ചെയ്തിട്ടുണ്ട്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദം. നാളെ മഹ്ശറിൽ അല്ലാഹു ചോദിക്കുകയാണ് പരാജിതരായ മനുഷ്യരോട്, പരാജയപ്പെട്ട അടിമകളോട് അള്ളാഹുവിൻ്റെ ചോദ്യം, അലം അഹദ് ഇലൈക്കും, നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ലേ, നിങ്ങളോടൊരു കരാർ ചെയ്തിട്ടില്ലേ? യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, നിങ്ങളോട് ഞാനൊരു കരാർ ചെയ്തിട്ടില്ലേ? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താൻ്റെ പിറകെ പോകരുത്. നിങ്ങൾക്ക് അവൻ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യക്തമായ ശത്രുവാണ്, നിങ്ങളെ തെറ്റിലേക്ക് മാത്രം അവൻ ക്ഷണിക്കൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? വ അനിഅ്ബുദൂനി, അതേപോലെ തന്നെ എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ എല്ലാ ഇബാദത്തുകളും എനിക്ക് മാത്രമേ പറ്റൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് അള്ളാഹുവിൻ്റെ നേരായ മാർഗം, അള്ളാഹു കാണിച്ചു തന്ന മാർഗം. ഇപ്പം ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഏതാണ് ഈ നേരായ മാർഗം? സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കാം. സിറാത്തുൽ മുസ്തഖീം ഖുർആനിൽ അള്ളാഹു പറയുന്നൊരായത്തുണ്ട്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. വമൻ യുശാഖിഖിർ റസൂല, അള്ളാഹുവിൻ്റെ റസൂലിനോട് എതിരായി നിൽക്കുന്നവർ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഹുദ എന്താണ്, സന്മാർഗം എന്താണെന്ന് മനസ്സിലായതിന് ശേഷം, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയവരും, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയവർ. എല്ലാ മുഫസ്സിറുകളും വിശദീകരിച്ചു ആ മുഅ്മിനീങ്ങൾ ആരാണ്? സഹാബാക്കളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് 72 വിഭാഗം, 73 വിഭാഗമായി പിരിയും. അതിൽ 72 വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം സ്വർഗത്തിലാണ്. സ്വാഭാവികമായിട്ടും സഹാബാക്കൾ ചോദിച്ചു, ആ ഒരു വിഭാഗം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞേ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു നിലപാടിലാണോ നിലകൊള്ളുന്നത് ആ നിലപാട് സ്വീകരിച്ചവർ, ആ നിലപാടിൽ വന്ന ആൾക്കാർ, അവരാണ് ആര്? വിജയിച്ച ആൾക്കാർ. അപ്പോൾ റസൂൽ അവിടെ റസൂലിൻ്റെയും സഹാബാക്കളുടെയും മാർഗമാണ് പരിചയപ്പെടുത്തുന്നത്. അതാണ് സിറാത്തുൽ മുസ്തഖീം, റസൂല് സഞ്ചരിച്ച മാർഗം. ആ മാർഗത്തിലൂടെ സഹാബാക്കളും സഞ്ചരിച്ചു. അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. മാന അലൈഹിൽ യൗമ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. വഅസ്ഹാബി, എൻ്റെ സഹാബാക്കൾ എന്ന് റസൂൽ ചേർത്ത് പറഞ്ഞു. അപ്പോൾ റസൂലും സഹാബാക്കളും പോയ മാർഗം,
അതാണ് സിറാത്തുൽ മുസ്തഖീം, ശരിയായ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുന്ന മാർഗം. മറ്റെല്ലാ മാർഗത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. നമുക്ക് യഥാർത്ഥമായ അള്ളാഹുവിലേക്ക് എത്തേണ്ട, വിജയിക്കാനുള്ള ഒരു മാർഗം അത് സിറാത്തുൽ മുസ്തഖീമാണ്. അതേതാ മാർഗം? അള്ളാഹിൻ്റെ റസൂലും സഹാബാക്കളും പോയ മാർഗം. കാരണം റസൂൽ എന്നെ പറഞ്ഞു, ഞാനും എൻ്റെ സഹാബാക്കളും. അപ്പോൾ റസൂലിൻ്റെ കൂടെ സഹാബാക്കളെ ചേർത്ത് പറയുന്ന വേണം. അപ്പോൾ റസൂലും സഹാബാക്കളും പോയ മാർഗ്ഗമാണ് വിജയിച്ച മാർഗം. അതാണ് സിറാത്തുൽ മുസ്തഖീം. എന്നാൽ ആ മാർഗത്തോട്, ആ സഹാബാക്കൾ പോയ മാർഗത്തിൽ നിന്നും ആരാണോ തെറ്റിയത്, ഓൻ എന്താ പറഞ്ഞ നുസ്ലിഹി ജഹന്നം, അവൻ പോകുന്നിടത്തേക്ക് ഞാൻ അവനെ വിടും, അവസാനം നരകത്തിലിട്ട് അവനെ ഞാൻ കരിക്കും. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്താണ്? റസൂല് പോയത്, അതുപോലെ തന്നെ സഹാബാക്കൾ സഞ്ചരിച്ച മാർഗം. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ സിറാത്തുൽ മുസ്തഖീം അതിൽ പ്രവേശിക്കാൻ, അത് അന്വേഷിക്കുന്ന ആൾക്കാർ ഏത് മാർഗത്തിൽ പ്രവേശിക്കണം? റസൂലിൻ്റെയും സഹാബാക്കളുടെയും മാർഗത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ നമ്മൾ ഏതിലേക്ക് മടങ്ങണം? ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണം. അതാണ് ആ സിറാത്തുൽ മുസ്തഖീം. അതല്ലാത്ത മറ്റൊന്നിലേക്ക് എന്തില്ല, മടക്കില്ല. അതാരായാലും എന്തായാലും നമ്മൾ മടങ്ങുന്നത് ഖുർആനിലേക്കാണ്, റസൂലിൻ്റെ ഹദീസിലേക്കാണ്. ആ ഖുർആനും ഹദീസും സഹാബാക്കൾ എങ്ങനെയാണോ അമൽ ചെയ്തത് അതിലേക്കാണ്. കാരണം നമ്മൾ സഹാബാക്കളെ മൂന്നാമതായിട്ട് ചേർത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ സഹാബാക്കളെ ചേർത്ത് പറഞ്ഞേ മതിയാവുള്ളൂ, എന്നാൽ ആ ഹദീസ് പൂർത്തിയാവുള്ളൂ. മനസ്സിലാണ്ടല്ലോ? അപ്പോൾ സഹാബാക്കളെ വിട്ടിട്ട് ഖുർആനും ഹദീസും മാത്രമല്ല, ഖുർആനും ഹദീസും പറയും, അതിൻ്റെ കൂടെ സഹാബാക്കൾ എങ്ങനെയാണ് അതിൻ്റെ പുറം സഞ്ചരിച്ചത് അതേപോലെ നമ്മൾ സഞ്ചരിക്കണം. അത് സഹാബാക്കളെ വിട്ടിട്ട് എന്തില്ല, ദീനില്ല. സഹാബാക്കളെ വിട്ടിട്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചാലോ തെറ്റാണ്, തെറ്റിപ്പോകും. ആര് തെറ്റിയതുപോലെ? സഹാബാക്കൾ ജീവിച്ചിരിക്കെ ഖവാരിജികൾ തെറ്റിപ്പോയതുപോലെ, അതിനുശേഷം വന്ന് മുഅ്തസിലിയാക്കൾ തെറ്റിപ്പോയതുപോലെ, അതിനുശേഷം വന്ന് ജഹ്മിയാക്കൾ തെറ്റിപ്പോയതുപോലെ. ഇതൊക്കെ അഹ്ലുസുന്നയിൽ നിന്നും സഹാബാക്കളുടെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയ ആൾക്കാരാണ്. അപ്പോൾ ഇനി ഖിയാമത്ത് നാൾ വരെ ഖുർആനെ മുമ്പിൽ വെച്ചു, ഹദീസിനെ മുമ്പിൽ വെച്ചു, അത് രണ്ടിലൂടെയും സഹാബാക്കൾ എങ്ങനെയാണോ സഞ്ചരിച്ചത് അതേപോലെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ആര്? സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ച ആൾക്കാർ. അതല്ലാത്ത മറ്റൊന്ന് പ്രിയമുള്ളവരെ ബാത്തിലാണ്, അത് നരകത്തിലേക്കുള്ളതാണ്. അത് ആര് പറഞ്ഞാലും, എത്ര ആൾബലം ഉണ്ടായാലും ശരി, എത്ര പഴക്കുണ്ടായാലും ശരി, ഒരതിലേക്കാണ്, ലലാലത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. അപ്പം ആ സഹാബാക്കൾ പോയ മാർഗം ഇപ്പോൾ എന്ത് പറയുമ്പോഴും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ത് പറയുമ്പോഴും എന്ത് പറയും? ഒന്നുകിൽ ഖുർആൻ പറയും, ഹദീസ് പറയും, അവിടെ നിർത്തൂല. ആ രണ്ടും പറഞ്ഞ് അതിനോടൊപ്പം സഹാബാക്കൾ ഇങ്ങനെ മനസ്സിലാക്കി എന്ന് ചേർത്ത് പറയും. അവരാണ് ആര്? സലഫുകൾ. ആ സലഫുകളെ പിൻപറ്റി അവരെ ഫോളോ ചെയ്ത് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് സലഫികൾ. അപ്പോൾ സലഫികൾ എന്താണ്? ഖുർആന്, ഹദീസ്, സഹാബാക്കൾ ചര്യ. അതിൻ്റെ അപ്പുറം എന്തില്ല, വേറൊരു ചർച്ചയോ വേറൊരു വർത്താനോ അവർക്കില്ല. ആ മൻഹജാണ് നമ്മുടെ മൻഹജ്. നമ്മൾ ആ മൻഹജിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മൾ ആൾക്കാർ ആ മൻഹജിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മളൊരു അഖീദ വിഷയം പറഞ്ഞു, നമുക്കതിരുന്നുണ്ടാവും ഖുർആനിൽ ആയത്ത് ഓതാനുണ്ടാവും, ഹദീസ് പറയാനുണ്ടാവും. ആ ഹദീസും ഖുർആനും സഹാബാക്കൾ എങ്ങനെയാണോ അമൽ ചെയ്തത്, മനസ്സിലാക്കിയത്, അതും നമുക്ക് പറയാനുണ്ടാവും. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒരു അഖീദ പറയും, ഖുർആൻ്റെ ആയത്ത് ഓതും, പക്ഷെ ആ ആയത്തനുസരിച്ച് ഒരു സഹാബി മനസ്സിലാക്കിയത് എനിക്കുണ്ടാവില്ല. ആ ആയത്തനുസരിച്ച് സഹാബി ജീവിച്ചത് എനിക്കുണ്ടാവില്ല. അത് തെറ്റാണ്, പിഴച്ചതാണ്. ഹദീസ് പറയും, ഇവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, ഒരു അമൽ ചെയ്യും, എന്നിട്ട് അതിന് തെളിവായിട്ട് ഹദീസ് പറയും, ആയത്ത് പറയും, പക്ഷെ ആരുണ്ടാവില്ല കൂടെ? സഹാബാക്കൾ ഉണ്ടാവില്ല. അത് പിഴവാണ്, തെറ്റാണത്. അവിടെ നമ്മുടെ മനഹജ് എന്താണ്? സിറാത്തുൽ മുസ്തഖീം എന്നാൽ ഖുർആന്, ഹദീസ്, അത് രണ്ടും സഹാബാക്കൾ എങ്ങനെയാണോ കാണിച്ചു തന്നത് അത്. ഇത് മൂന്നും മുറുകെ പിടിക്കുമ്പോഴാണ് ഒരാൾ എവിടെ എത്തുക? സിറാത്തുൽ മുസ്തഖീമിലെത്തുക. ഇതല്ലാത്ത മറ്റെല്ലാ മാർഗവും ആഖിറത്തിൽ പരാജയപ്പെടാനുള്ള മാർഗമാണ്, വിജയിക്കൂല. ഈ മാർഗത്തിൽ ആരാണോ മുന്നോട്ട് പോകുന്നത് ദീനനുസരിച്ച് അവൻ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതല്ലാത്തതൊക്കെ എന്താണ്? ബാത്തിലാണ്. ആ കാര്യം എന്ത് ചെയ്യുക?
വളരെ അടിയവരായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കുക. ഖുർആനും ഹദീസ് അല്ലാത്ത മറ്റൊരു മസ്തർ നമുക്ക് എന്തില്ല, ഇല്ല. ഇനി ആ രണ്ടും മനസ്സിലാക്കുന്നത് എങ്ങനെ? സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളെന്തില്ല, ഖുർആൻ ആയത്ത് ഓതൂല, ഹദീസ് പറയൂല, സഹാബാക്കൾ ചെയ്തതുപോലെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച് നമ്മളാരായി? സിറാത്തുൽ മുസ്തഖീമിലായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇതാണ് നേരായ മാർഗം. അപ്പോൾ ഇതിനോ അപ്പോൾ ആൾക്കാർ ചോദിക്കും ഏതാ സിറാത്തുൽ മുസ്തഖീം? പല ആൾക്കാർക്കും പലതും പറയാനുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ ഏതാണോ സിറാത്തുൽ മുസ്തഖീമായിട്ട് റസൂൽ പരിചയപ്പെടുത്തിയത് അതാണ് നമ്മൾ ഇന്നും പറയുന്നത്, അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത്രയും ഉറപ്പിലത് പിടിക്കണം. കാരണം അതാണ് നമ്മുടെ മൻഹജ്, അതാണ് നമ്മുടെ ജീവൻ, അല്ലേ? അതിനാണ് നമ്മുടെ ജീവിതം ഉള്ളത്, അതിലാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയമുള്ളത്. അത് മുറുകെ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റൊന്നുള്ളൂ. അതിനോട് ആരാണോ എതിരായത് ഓ തെറ്റാണ്, അത് അങ്ങ് തെറ്റെന്ന് പറയുന്നെ വേണം. ഈ മൻഹജിൽ നിന്നും ആരാണോ തെറ്റിപ്പോയത് അവൻ പിഴവിലാണ്, അവനെന്തില്ല, വിജയത്തിലേക്ക് എത്തൂല. ആരാണോ ഈ മൻഹജിൽ പ്രവേശിച്ചത് അവൻ മാത്രമേ വിജയത്തിലേക്ക് എത്തൂ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അടിവരയിട്ടാണ് പറഞ്ഞത്. 72 നരകത്തിലാണെന്ന് തന്നെ റസൂൽ പറഞ്ഞു. ഒന്നാണ് സ്വർഗത്തിൽ, ആ സ്വർഗത്തിലേതാണ് ആ മാർഗം. അപ്പോൾ ആരാണ് ഈ മാർഗത്തിലെ പ്രവേശിച്ചത് ഓൻ വിജയിച്ചവനാണ്, ഓൻ്റെ മൻഹജ് ശരിയാണ്. ഇതല്ലാത്ത മറ്റേത് മാർഗത്തിലും മറ്റാരുടെ പിറകെ പോയാലും ഓനടുത്തേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതുപോലെ ഓൻ നരകത്തിലാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മൻഹജ് അത് നമുക്ക് വ്യക്തമുണ്ടാകണം, നമുക്കൊരു വ്യക്തത വേണം. എൻ്റെ മൻഹജ് എന്താണ്, ഞാൻ എന്തിൻ്റെ അടിസ്ഥാനം, എന്ത് ആദർശ ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്? ആ ഒരു ബോധം പ്രിയമുള്ളവരെ ചെറുപ്പത്തിലേ നമുക്ക് വേണം. അതൊക്കെ വയസ്സനായി മരിക്കാൻ കിടക്കുമ്പോൾ ഉണ്ടാക്കേണ്ട സാധനമല്ല അത്. ഈ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ മൻഹജ് വ്യക്തമായി ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, ഇതാണ് നമ്മുടെ മൻഹജ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ആ രീതിയിൽ വളർന്നു വരും. അവരെ ശൈത്താനെ പിടിക്കാൻ പ്രയാസമായിരിക്കും. പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, അവരെ പിടിക്കാൻ കഴിയില്ല വിശ്വാസി. ചെറുപ്പത്തിലേ ഈ ബോധം ഇങ്ങനെ അടിച്ച് കയറ്റി കൊടുക്കണം നമ്മുടെ മക്കളിലേക്ക്. ഇതാണ് നമ്മുടെ മൻഹജ്. ഇതല്ലാത്ത മറ്റെല്ലാം ദലാലത്താണ്. അത് അങ്ങനെ തന്നെ പറഞ്ഞ് മക്കളെ പഠിപ്പിക്കുകയും വേണം, ആ രീതിയിൽ മക്കളെ വളർത്തുകയും വേണം. അതാണ് സിറാത്തുൽ മുസ്തഖീം, വിജയിച്ചവരുടെ പാത. എന്നിട്ട് അല്ലാഹ് പറയാണ് അടുത്ത ആയത്ത്, വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅഖിലൂൻ. വലഖദ് അദല്ല, അവൻ പിഴപ്പിച്ചു കളഞ്ഞു, മിൻകും നിങ്ങളിൽ നിന്ന്. മനുഷ്യരോട് പറയുന്നു, ഖിയാമത്ത് നാൾ അല്ലാഹ് പറയാണ്, ആ പിശാച് ശൈത്താൻ നിങ്ങളെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആ ശൈത്താൻ വലഖദ് അദല്ല മിൻകും, നിങ്ങളിൽ നിന്ന് അവൻ പിഴപ്പിച്ചു കളഞ്ഞു, ജിബില്ലൻ കസീറ, ധാരാളം തലമുറകളെ. അവിടെ അല്ലാഹ് ഉപയോഗിച്ച പദം എന്താണ്? കസീറൻ. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ദലാലത്തിൻ്റെ ആൾക്കാരായിരിക്കും അധികം, ഹക്കിൻ്റെ ആൾക്കാർ കുറച്ചുണ്ടാവും. എപ്പോഴും ദലാലത്തിൻ്റെ ആൾക്കാർ അധികം ഉണ്ടാവും. അപ്പോൾ ആൾബലം നോക്കിയിട്ട് എന്ത് ചെയ്യണ്ട, അങ്ങോട്ടോട്ട് മാറാൻ നിൽക്കണ്ട, ചായാനും നിൽക്കണ്ട, ഒപ്പിക്കാനും നിൽക്കണ്ട. എത്ര ആളുണ്ടെങ്കിലും ആ മനഹജിനങ്ങ് ധീരതയോടെ നിൽക്കണം. അതിൽ മാത്രമേ വിജയമുള്ളൂ. ആൾക്കാരെ കണ്ടെന്ത് നിൽക്കണ്ട, ഒപ്പിക്കാനും അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം. ചിലപ്പം ചിലത് കണ്ണെടുക്കേണ്ടി വരും. ആദർശബോധത്തിൽ എന്തില്ല, കണ്ണെടുക്കലില്ല. പറയേണ്ടത് മുഖത്ത് നോക്കി പറയാം. ചെയ്യേണ്ടത് അത്രയും ധൈര്യത്തിൽ ചെയ്യുക. അത്ര ഉറപ്പുള്ളത് എന്ത് ചെയ്യുക, അത്രയും ധൈര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ചെയ്യാം. അതാണ് വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, കുറേ തലമുറകളെ, നിങ്ങളിൽ നിന്നും കുറേ തലമുറകളെ അവൻ പിഴപ്പിച്ചു കളഞ്ഞു. എന്നിട്ടും നിങ്ങളെന്താണ് അവരുടെ പിറകെ പോകുന്നതാണല്ലോ ചോദിക്കുന്നത്. അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് ബോധ്യം ചെയ്താൽ കുറേ തലമുറകൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ആ നശിപ്പിച്ചതിൻ്റെ കാരണങ്ങളും അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അള്ളാഹ് ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കുറേ സമൂഹങ്ങളെ പറഞ്ഞിട്ട് ഇതാ അവരിങ്ങനെ ചെയ്തു, അവരെ നശിപ്പിച്ചു, ഇങ്ങനത്തെ ആൾക്ക് ഇങ്ങനെ ചെയ്തു, അവരെയും നശിപ്പിച്ചു. എന്നിട്ട് പറയാണ് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ശൈത്താൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ചോദിക്കുകയാണ്, ഇതൊക്കെ ചെയ്തിട്ടും അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്?
ഇത് ആഖിറത്തിൽ അല്ലാഹ് പറയുന്ന വാക്കാട്ടോ. എന്നിട്ട് പറയും ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. പിന്നെ അവിടെ ശിക്ഷ നടപ്പാക്കലായി. മുന്നറിയിപ്പുകാർ വന്നു, താക്കീതുകൾ നൽകപ്പെട്ടു, പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടു. അവസാനം അതൊക്കെ കളവാക്കി നിഷേധിച്ചൊരു വിഭാഗത്തെ അല്ലാഹു ശിക്ഷിക്കാൻ എടുക്കുകയാണ്. ഹാദിഹി, അവർക്ക് മുമ്പിൽ നരകത്തെ കൊണ്ടുവരപ്പെടും. നരകം അവർക്ക് മുമ്പിൽ കൊണ്ടുവരപ്പെടും. അല്ലാഹ് പറഞ്ഞല്ലോ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. എന്തായും വസീഖ, അവർ ഇങ്ങനെ ആനയിക്കപ്പെടും. കാഫിര്യങ്ങൾ ആനയിക്കപ്പെടും. എവിടത്തേക്ക്? ഇലാ ജഹന്നമ സുമറ, കൂട്ടം കൂട്ടമായിട്ട് നരകത്തിലേക്ക് ഇങ്ങനെ ആനയിക്കപ്പെടും. അപ്പോൾ അവർ വരുമ്പോൾ എന്ത് ചെയ്യും? നരകത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടും. സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? വസീഖല്ലദീന തഖൗ ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ. അവരിങ്ങനെ വരും. അവർ വരുമ്പോഴേക്കും അവിടെ എന്തുണ്ടാവും? സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടാവും. ആ വാവിൻ്റെ പ്രത്യേകതയാണ് വഫുതിഹത്, അത് തുറക്കപ്പെട്ട അവസ്ഥയിൽ. ആ വാവ് ഹാലാണ്. നരകത്തെ പറയുമ്പോൾ അല്ലാഹ് വാവ് പറഞ്ഞിട്ടില്ല. ഹത്താ ഇദാ ജാഊഹ ഫുതിഹത് അബ്വാബുഹ മാത്രമേ ഉള്ളൂ. അവർ വന്നതിന് ശേഷമാണ് നരകത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക. പക്ഷെ സ്വർഗം അവർ വരുന്നതിൻ്റെ മുമ്പേ തുറക്കപ്പെട്ടിട്ടുണ്ടാവും അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഹത്താ ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട അവസ്ഥയിൽ അവർ എന്ത് ചെയ്യും? വരും. അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇങ്ങനെ കാത്തു നിന്നിട്ട് മുട്ടിക്കാറല്ല. അതത്തെ ആതിഥ്യ മര്യാദ അല്ലേ? മുമ്പേ വാതിലുകൾ തുറന്ന് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. അതാണ് നഈം, അള്ളാഹുവിൻ്റെ നിഅമത്ത്. നരകോ അവരാണ് എത്തും, മറ്റു വാതിൽ തുറന്നിട്ട് ഇങ്ങനെ തട്ടും, മലക്കൾ എറിയെടുത്തിട്ട്. അതാണ് നരകം. അപ്പോൾ ആ ഒരു വാവിലാണ് അള്ളാഹു എന്ത് ചെയ്തത്? ആ നിഅമത്തുകളെ മാറ്റിയത്. അപ്പം അവരോട് പറയും ഹാദിഹി, ഇതാ ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട, താക്കീത് നൽകപ്പെട്ട നരകം ഇതാ. അവർ കാണിച്ചു കൊടുക്കും. പല പ്രാവശ്യം പല ആൾക്കാരും മുന്നറിയിപ്പ് നൽകിയില്ലേ? പല രീതിയിലും മുന്നറിയിപ്പ് നൽകപ്പെട്ടു, ഇതാ ഇങ്ങനത്തെ ഒരു നരകമുണ്ട് എന്ന്. ആ നരകം അവർക്ക് കാണിക്കപ്പെടും. എന്നിട്ട് അല്ലാഹ് പറയും ഇസ്ലൗഹ, ഇസ്ലൗ, നിങ്ങൾ കത്തി അമരുക. ഹാ, ആ നരകത്തിൽ നിങ്ങൾ കത്തി അമരുക. അല്ലൗമ, ഇന്ന്, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചതിൻ്റെ കാരണമായിട്ട്. അവസാനം അടുത്തേക്ക് എത്തിച്ചുള്ള ഇങ്ങനെ പറഞ്ഞു വന്നു റസൂലിൻ്റെ റിസാലത്ത്. പിന്നെ ആ ഒരു പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് പറഞ്ഞു, പിന്നെ അവരെ കളവാക്കുന്നത് പറഞ്ഞു, പിന്നെ അവരെ നശിപ്പിച്ചത് പറഞ്ഞു, പിന്നെ മുൻകാല ആൾക്കാരെ നശിപ്പിച്ച ഓരോ കഥകൾ രീതികൾ അല്ലാഹു പറഞ്ഞു. അതിനൊന്നും വലിയ താമസല്ലാനും വേണ്ട. അള്ളാഹ്ക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അതെന്ത് ചെയ്യാം? ഒരു വലിയ ഘോര ശബ്ദം കൊണ്ട് തന്നെ അള്ളാഹു നശിപ്പിച്ചതൊക്കെ പറഞ്ഞു. എന്നിട്ട് ആഖിറത്തിലേക്ക് എത്തി, മരണത്തിൻ്റെ ആ സംഭവം പറഞ്ഞു. അവസാനം ആഖിറത്തിലേക്ക് എത്തി, അവിടെ നിന്ന് അള്ളാഹു ശിക്ഷ വിധിക്കുക, ശിക്ഷ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹു പറഞ്ഞു വരികയാണ് ആ സൂറത്ത് യാസീനിൽ. ഇസ്ലൗഹ, ഇന്നെന്ത് ചെയ്യുക? ഇന്ന് ഈ നരകത്തിൽ നിങ്ങൾ കത്തി അമരുക. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചതിൻ്റെ കാരണമായിട്ട്. നരകത്തിൽ ശിക്ഷ അനുഭവിക്കും. അല്ലാഹ് എന്താ പറഞ്ഞേ? ഓരോ തോലും ഉരിഞ്ഞു പോയതിന് ശേഷം അടുത്ത പുതിയ തോല് വരും. ആ ശിക്ഷ ഇങ്ങനെ ആവർത്തിക്കപ്പെടും. അത് ഒരിക്കലും ഇങ്ങനെ തീരലല്ല. ആ ശിക്ഷ ഇങ്ങനെ ആവർത്തിക്കപ്പെടും. ഇനി നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കടത്തുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, മുവഹിദീങ്ങൾ. മുവഹിദീങ്ങൾക്ക് അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്നെ അവർ സ്വർഗത്തിലാവും. റസൂൽ ആ രംഗം പറഞ്ഞെങ്ങനെ അറിയോ? അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആൾക്കാരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കും. കഹുമമൻ, കത്തി അരിഞ്ഞ മാംസ കഷ്ണങ്ങളായിട്ട്. അൽഫാമില്ലേ, ഹുമം, അതേപോലെ കത്തി എറിഞ്ഞ മാംസ കഷ്ണങ്ങളായിട്ട് എന്ത് ചെയ്യും? അള്ളാഹു അവരെ പുറത്തെടുക്കും. ഫയുൽഖാ ഫീ നഹ്രിൽ ഹയാത്ത്. പിന്നെ നെഹ്റുൽ ഹയാത്ത് എന്ന് പറഞ്ഞൊരു നദിയിലേക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിലൊരു നദിയിലേക്ക് അതിനെ ഇടും. ആ കത്തിക്കരിഞ്ഞ മാംസങ്ങൾ ആ നദിയിലേക്ക് ഇടുമ്പോഴെന്ത് ചെയ്യും? അതിങ്ങനെ വളർന്നൊരു മനുഷ്യരൂപത്തിൽ പൊന്തി വളർന്നു വരും. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുക? സ്വർഗത്തിലേക്ക് പോകുക. ആര്? മുവഹിദീങ്ങൾ. ശിർക്ക് ചെയ്ത ആൾക്കാരോ കാലാകാലം നരകത്തിലാണ്. കാലാകാലം നരകത്തിലാണ്. എന്തില്ല, അവർക്കതൊന്നും ഒരിക്കലും
വരാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഷിർക്കിൻ്റെ ഗൗരവം നോക്കിയാൽ, നമ്മളിങ്ങനെ ഷിർക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഷിർക്കും പറഞ്ഞുകൊണ്ട് നടന്നോ, അങ്ങനെ പറയാം. അത്രയും ഗൗരവപ്പെട്ട കാരണം ഈ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതാറ്റം ഒരു ചെറിയ രീതിയിലെങ്കിലും ജീവിതത്തിൽ വന്നാൽ ചെയ്തതൊക്കെ ബാത്തിലായി കാലാകാലം നരകത്തിലാണ്. അത്രയും ഗൗരവപ്പെട്ട ഈ വാക്കേ പറയുന്നു. അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നടന്നു. അതിന് നിസാരവൽക്കരിക്കുക നമ്മുടെ സമൂഹത്തിൽ കാണുന്നൊരു കാഴ്ചയാണ്. വലിയ വലിയ തലക്കെട്ടാറും എന്ത് ചെയ്യും, അതിനെ വലിയ നിസാരവൽക്കരിച്ച് പറയും. നമ്മളവരെ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെന്ത് ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചതിൻ്റെ കാര്യം എന്താ? അതൊന്നും ഒരിക്കലും പുറത്തു തരൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വഹ്ശി റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. വഹ്ശി റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞ് വീഴ്ത്തി. അതിനുശേഷം ആ കുത്തി വികൃതമാക്കിയതൊക്കെ എന്താണ്? വീണ ശേഷം അങ്ങ് അധികം വികൃതമാക്കിയിട്ടൊന്നുമില്ല. അതൊക്കെ എന്താണ്? റിവായാത്തുൽ മൗദൂഅ, അത്ര വികൃതമാക്കിയിട്ടില്ല. പക്ഷെ എറിഞ്ഞ് വീഴ്ത്തി. അങ്ങനെ എന്ത് ചെയ്തു? അടിമത്ത മോചനം കിട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വേദനിപ്പിച്ചു ഹംസ റളിയല്ലാഹുവിൻ്റെ മരണം. അതാണ് റസൂൽ അത്രയും വേദന ഉണ്ടാക്കി. ഹംസ റളിയല്ലാഹു എന്ത് ചെയ്തു? ശരീരത്തിൽ കുറേ വെട്ടുകളുണ്ട്. ഇങ്ങനെ ആ കടിച്ചു തുപ്പിന്നൊക്കെ ഇല്ലേ, അതാ ഇല്ലാത്തത്. വെട്ടും കുത്തുകളൊക്കെ ഉണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന് റസൂൽ എന്ത് പറഞ്ഞു? പെണ്ണുങ്ങൾ ആരെയും കടത്തിവിടാൻ പാടില്ല, ആരെയും കാണിക്കാൻ പാടില്ല. കാരണം കാണാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ഹംസ റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്കൊരു ധൈര്യമായിരുന്നു. ആ ഒരു സാന്നിധ്യം ധൈര്യമായിരുന്നു. അതാണ് റസൂൽ പ്രഖ്യാപിച്ചു, വഹ്ശിയെ നിങ്ങൾ എവിടെ കണ്ടാലും വെട്ടിക്കൊല്ലണം. സഹാബാക്കൾ എന്തിനും തയ്യാറാണ്. വഹ്ശി മക്കയിൽ നിന്നും ത്വായിഫിലേക്ക് നാടുവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ത്വായിഫിൽ നിന്ന് എല്ലാവരും എന്ത് ചെയ്തത്? മുസ്ലിമായിട്ട് വരുന്നത്. വഹ്ശിക്ക് അവിടെയും നിലനിൽപ്പില്ലാതായി. അവിടുന്ന് ഷാമിലേക്ക് നാടുവിടാൻ തയ്യാറായിരുന്നു. അപ്പോഴാണ് പറയുന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണോ തിരിച്ച് മുഹമ്മദിൻ്റെ മതത്തിലേക്ക് പോകുന്നത് അവർക്ക് മുഹമ്മദ് മാപ്പ് കൊടുക്കുമെന്നുള്ള വാർത്ത കേൾക്കുന്നത്. വഹ്ശി റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്കെന്തെങ്കിലും ഇളവുണ്ടോ, റുഖ്സയുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇല്ലയെന്ന് പറഞ്ഞു. കാരണം ആ വേദന അത്രയും പ്രയാസം ഉണ്ടായിരുന്നത് എൻ്റെ റസൂലിന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം വേറെയാണ്. തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വഹ്ശി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് ചോദിച്ചു, വഹ്ശി, നീ വഹ്ശിയല്ലേ? ചോദിച്ചു. അതെ, ഞാൻ വഹ്ശിയാണ്. നീ എങ്ങനെയാണ് എൻ്റെ ഹംസയെ കൊന്നത് ചോദിച്ചു. വഹ്ശി റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞു ആ സംഭവം കേട്ടിട്ട്. എന്നിട്ട് വഹ്ശി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹ്ശി, നിനക്ക് സാധിക്കുമെങ്കിൽ നീ എൻ്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല. കാരണം നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയുടെ മുഖം ഓർമ്മ വരുന്നു. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. സഹാബി പറയാൻ, അന്ന് മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് റസൂലിൻ്റെ മുമ്പിൽ ഞാൻ പോയിട്ടില്ല. റസൂലിൻ്റെ പിറകിലായിരുന്നു. കാരണം ആ റസൂലിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് സഹാബാക്കൾക്ക് അത്രയും പ്രയാസമായിരുന്നു. ഒരു രീതിയിൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ നേരെ കണ്ടിട്ടില്ല, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിറകിലായിരുന്നു. അതൊക്കെ ആ സഹാബത്തിൻ്റെ അനുസരണ. റസൂലിനെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മരണ ദിവസമാണ് റസൂലിൻ്റെ മുമ്പ് പോയി നിന്നത് ആ സഹാബി റളിയല്ലാഹു അൻഹു. സഹാബി മുസ്ലിമാന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ മുസ്ലിം ആയാൽ അള്ളാഹു എനിക്ക് പുറത്തു തരും? ഞാൻ അത്രയും തെറ്റ് ചെയ്ത ആളല്ലേ, എനിക്ക് പുറത്തു തരുമെന്ന് ചോദിച്ചു. എന്തു പറഞ്ഞു? പുറത്തു തരും, അള്ളാഹു എല്ലാം പുറത്തു തരും. അപ്പോൾ ചോദിച്ചു, എനിക്ക് എങ്ങനെ മനസ്സിലാവും അള്ളാഹു പുറത്തിട്ടുണ്ടോന്ന്? എനിക്ക് അള്ളാഹു പുറത്തു തരും, ഞാൻ അത്രയും ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തത്, എനിക്ക് അള്ളാഹു പുറത്തു തരും. അപ്പോൾ എന്ത് പറഞ്ഞു? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആദ്യ ആയത്ത് ഇറങ്ങുന്നത്. അള്ളാഹു എനിക്ക് എങ്ങനെയാണ് റസൂലെ മനസ്സിലാവും അള്ളാഹു എനിക്ക് പുറത്തു വന്നിട്ടുണ്ട്?
ഞാൻ അത്രയും ക്രൂരനല്ലേ? അപ്പോഴാണ് രണ്ടാമത്തെ ആയത്ത് ഇറങ്ങുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഷിർക്കല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും പൊറുക്കും, ഷിർക്ക് മാത്രമാണ് അള്ളാഹു പൊറുക്കാത്തത്. അപ്പം പിന്നെയും പ്രയാസം, എനിക്ക് എങ്ങനെയാണ് അള്ളാഹ് പുറത്തു തരിക? എനിക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവോ അള്ളാഹ്? അപ്പോഴാണ് മൂന്നാമത്തെ ആയത്ത് ഇറങ്ങുന്നത്, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആ മൂന്നാമത്തെ ആയത്ത് ഇറങ്ങുന്നപ്പോഴാണ് ഖുൽ, പ്രവാചകൻ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ആർക്ക്? അടിമക്ക്. യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരത്തോട് അതിക്രമം കാണിച്ച എൻ്റെ അടിമക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കുക ഞാൻ ആരാണെന്ന്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നിരാശരാകരുത്. അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകരുത്. ആ സഹാബി നിരാശപ്പെട്ടു, ആ ചെയ്ത പാവത്തിൻ്റെ ആ മാനസിക വിഷമം. പക്ഷെ അള്ളാഹു പറയും, ലാ തഖ്നതു മിർ റഹ്മത്തിൽ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് അടിമയെ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. ഈ ആയത്തിറങ്ങുന്ന വഹ്ശത്തുള്ളാഹിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ ആ ആയത്തിൽ എന്താ പറയുന്നത്? ഇന്നല്ലാഹ്, ആയത്തെന്താണ്? അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു എന്താണ്? ഷിർക്ക് ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. ഇപ്പോൾ ഒരു ഷിർക്ക് ചെയ്യാത്തൊരു മുവഹിദ്, ഷിർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, പക്ഷെ മറ്റുള്ള കുറേ ഹറാമുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ഒന്നാൾ ആഖിറത്തിലെത്തിയാൽ ഓൻ അള്ളാഹിൻ്റെ മശിയത്തിൻ്റെ കീഴിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും, ചോദിക്കാൻ ആരുമില്ല. അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ തൗഹീദാണ്, മുവഹിദാണ്. ഷിർക്കിൽ ഒരു തൗഹീദ് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലോ എനിക്ക് പുറത്തു കൊടുക്കും. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാലോ അള്ളാഹു ശിക്ഷിക്കും. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കാണ്, അള്ളാഹു നീ അവരെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അടിമകളാണ്, നിനക്കെന്തും ചെയ്യാൻ അധികാരമുണ്ട്. നീ പുറത്തെടുത്താലോ നീ ഏറെ പൊറുക്കുന്നവനാണ്, നീ ഏറെ കരുണ കാണിക്കുന്നവനാണ്. അള്ളാഹു ആ കരുണ നമ്മളോട് കാണിക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നാളെ ആഖിറത്തിൽ എല്ലാ പാപക്കറകളും മാപ്പാക്കി റസൂലിൻ്റെ കൂടെയും സഹാബാക്കളുടെ കൂടെയും അമ്പിയാക്കന്മാരുടെ കൂടെയും ശുഹദാക്കളുടെ കൂടെയൊക്കെ നമ്മൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുവഹിദീങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലേ? മുവഹിദീങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? മാപ്പാക്കും. ഒരടിമ അള്ളാഹിൻ്റെ മുമ്പിൽ വന്നിക്കും ഹിസാബിന് വേണ്ടിയിട്ട്. അള്ളാഹു ഇങ്ങനെ ചോദിക്കും ഓരോന്നോരോന്ന്, ബൈനഹു വബൈനഹു. അള്ളാഹുവിൻ്റെ മുവഹിദായ അടിമയാണ്, അതിനെന്തില്ല മാലോകനം ഉണ്ടാവും. പക്ഷേ ഇവൻ അള്ളാഹു ഒരു മറയിടും, ഇവൻ്റെയും ജനങ്ങൾക്കൂടെ ഒരു മറയിടും. ഇവനെ വിചാരണ ചെയ്യുന്ന ആരും കാണൂല. അള്ളാഹു നീ ഇന്നത് ചെയ്തിട്ടില്ല എന്ന് പറയും. എല്ലാവരും അംഗീകരിക്കും, അള്ളാഹു ഞാൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയും ഇതൊക്കെ ചെറുപാപങ്ങളാണ്, ഇതിനേക്കാൾ വലിയ വൻപാപങ്ങൾ ഇനിയും പറയാനുണ്ട്. അള്ളാഹു എന്ത് ചെയ്യും? അവനക്കെല്ലാം മാപ്പാക്കി കൊടുക്കും. ജനങ്ങളിൽ നിന്ന് ആ ശിക്ഷയൊക്കെ അള്ളാഹു മറച്ചു വെക്കും. എന്നിട്ട് ആ ചെറുപാപങ്ങൾക്ക് എന്ത് ചെയ്യും? നന്മകളാക്കി അള്ളാഹു രേഖപ്പെടുത്തും. എന്നിട്ട് അവനക്ക് കാണിച്ചു കൊടുക്കും, നിൻ്റെ തെറ്റുകളൊക്കെ നന്മകളാക്കിയിട്ടുണ്ട്. അവൻ അത്ഭുതപ്പെടും. അള്ളാഹുവിന് അതൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോഴാണ് പറയും നിൻ്റെ ആ തെറ്റുകളൊക്കെ ആന്തേക്ക് നിനക്ക് നന്മകളാക്കി രേഖപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. അത് അള്ളാഹിൻ്റെ ഇഷ്ടമാണ്, ചോദ്യം ചെയ്യാൻ ആരുമില്ല. മുവഹിദീങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാലോ കാലാകാലം നരകത്തിലാണ്. അവർക്ക് ഇതിനോട് വിചാരണയില്ല, അതിന് വിചാരണയുടെ ആവശ്യമില്ല. ഷിർക്ക് സംഭവിച്ചവരാണ്, അവർ അഭയസ്ഥാനം എവിടെയാണ്? നരകത്തിലാണ്. അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഈ ഷിർക്കും തൗഹീദും. നമ്മൾ ഈ മാപ്പാക്കൂല പൊരുത്തപ്പെടില്ല പറഞ്ഞത് എവിടെയാണ്? ആഖിറത്തിലാണ്. ആ ഷിർക്ക് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് തൗബ ചെയ്ത് തിരിച്ചു വന്നാൽ അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു തവ്വാബുർ റഹീം. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, അങ്ങേയറ്റം അടിമകളോട് കരുണ കാണിക്കുന്നവനുമാണ്. അതുകൊണ്ട് മുവഹിദീങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഷിർക്ക് ചെയ്ത ആൾക്കാർക്കോ ഇല്ല, ഒരു പ്രതീക്ഷയില്ല, പോയാൽ കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഈ ഷിർക്കും തൗഹീദും. എപ്പോഴും ഷിർക്കും തൗഹീദും പറയുക,
എവിടെ കണ്ടാലും ഷിർക്ക് എന്നിങ്ങനെ പറയുക, അങ്ങനെ പരിഹസിക്കുക. അവർക്ക് സഹിക്കൂല. ഈ നമ്മൾ തൗഹീദ് പറയുന്നത് അവർക്ക് ആ ഖൈർ കിട്ടിയിട്ടില്ലല്ലോ, അതിന് തൗഫീഖ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ പ്രയാസമാണ് പ്രകടിപ്പിക്കുന്നത്. ആ തൗഫീഖ് നിഷേധിക്കപ്പെട്ടതിൻ്റെ ആ വേദനയാണ് അവർ കളിയാക്കലിലൂടെ പരിഹാസത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്കത് നൽകി. ദുനിയാവിൽ ഒറ്റൊന്നും നൽകിയിട്ടില്ലെങ്കിലും അള്ളാഹിനെ മനസ്സിലാക്കാൻ, അല്ലേ, അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം ആവശ്യങ്ങൾ പറയാൻ, അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യാനുള്ള ആ വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി. അൽഹംദുലില്ലാ. പറയാമെന്ന് വേറൊന്നും നൽകിയിട്ടില്ലെങ്കിലും അത് നമുക്ക് മതി, അത് മതി. അള്ളാഹു ആ ഒരു വലിയ തൗഫീഖ് നമുക്ക് നൽകി. അൽഹംദുലില്ലാ. മരണം വരെ അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അതിലൊരു പോറലേൽക്കാതെ ഒന്നും സംഭവിക്കാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ മരിക്കുന്നവരെ കൊണ്ടുപോകാൻ അള്ളാഹു എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മനസ്സിലാകാത്ത ആൾക്കാർ, ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളൊക്കെ ഹിദായത്ത് നൽകുന്ന ആഖിറത്തിൽ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് തിരിയായിട്ടാണ്, ഒന്നുകിൽ മനസ്സിലാകായിട്ടാണ്, അവർക്ക് ബോധ്യപ്പെടുത്തപ്പെടാത്തത് കൊണ്ടാണ്. അള്ളാഹുവെ നീ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അള്ളാഹുവെ നീ അവർക്ക് നിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക. ഷിർക്കിൻ്റെ ഗൗരവം നീ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ ദുആ. എല്ലാവരും വിജയിക്കണം, എല്ലാവരിലേക്കും ഈ പ്രകാശം എത്തണം, എല്ലാവരിലേക്കും ഈ ഹിദായത്ത് എത്തണം, എല്ലാവരും വിജയിക്കണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം. ആ ആഗ്രഹമാണ് നമ്മളും ആഗ്രഹമായി ഏറ്റ് നടക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ശിക്ഷിക്കുന്ന രംഗം അല്ലാഹ് പറഞ്ഞു. പിന്നെ പറയുന്നത് ഹിസാബിൻ്റെ രംഗമാണ്. മഹ്ശറുള്ള ഹിസാബിൻ്റെ രംഗമാണ് അള്ളാഹു പറയുന്നത്. അൽ-യൗമ, ഇന്ന്, നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീൽ വെക്കും. നഖ്തിമു, സീൽ വെക്കും. അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക്. വതുകല്ലിമുനാ, നമ്മളോട് സംസാരിക്കും. അള്ളാഹു പറയാണ്, അള്ളാഹുവിനോട് സംസാരിക്കും. ഐദീഹിം, അവരുടെ കൈകൾ. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അവിടുന്ന് സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത കാര്യങ്ങൾ. ഇപ്പം നാളെ ആഖിറത്തിൽ എന്താണ് സംസാരിക്കുക? നമ്മുടെ കൈകാലുകളും നമ്മുടെ അവയവങ്ങളുമാണ് സംസാരിക്കുക. നമുക്കെന്തില്ല, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. പണ്ഡിതന്മാർ മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചു, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ വലത് തുടയായിരിക്കും. അൽഫഖദുൽ യുംന, അതാണ് ആദ്യമായിട്ട് അള്ളാഹുവോട് സംസാരിക്കുക. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക? അവയവങ്ങളെ നന്മയിൽ മാത്രം ഉപയോഗിക്കുക. നമ്മുടെ നാവുകൾക്ക് സീല് വെക്കപ്പെടും. അന്നീ എന്തില്ല, വാശിയും വെക്കണമെന്നും ഉണ്ടാവില്ല. അതൊന്നും സമർത്ഥിക്കാനൊന്നും കഴിയില്ല. എന്തൊക്കെയോ പറഞ്ഞ് സമർത്ഥിക്കാനൊന്നും ഒന്നും കഴിയില്ല. അന്ന് നമ്മുടെ അവയവങ്ങളും കൈകാലുകളും സംസാരിക്കും. എവിടെയൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, എല്ലാം പറയും അള്ളാഹുവിനോട്. ഒന്നും തീര മറച്ചു വെക്കപ്പെടൂല. വലൗ നശാഉ ലതമസ്നാ അലാ അഅയുനിഹിം ഫസ്തബഖു സിറാത ഫഅന്നാ യുബ്സിറൂൻ. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്. വലൗ നശാഉ, നാം ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ, ലതമസ്നാ അലാ അഅയുനിഹിം, അവരുടെ കണ്ണുകളെ നാം മൂടിയേനെ. ഫസ്തബഖു സിറാത, അങ്ങനെ ആ കണ്ണിന് മൂടുപടം ഇട്ടതിന് ശേഷം ആ അവസ്ഥയിൽ ഫസ്തബഖു സിറാത, അവർ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകും. ഫഅന്നാ യുബ്സിറൂൻ, അവർക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുക? അവർക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? പക്ഷെ എന്തില്ല, അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. അത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. അള്ളാഹു ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിവ് വന്നിട്ടുണ്ട്, ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, താക്കീതുകൾ നൽകിയിട്ടുണ്ട്, എല്ലാം അള്ളാഹു ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെന്തില്ല, അതും ഉപയോഗപ്പെടുത്തിയില്ല. വലൗ നശാഉ, നാം ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ, ലമസഖ്നാഹും അലാ മകാനതിഹിം, അവരുടെ ആ സ്ഥാനത്ത് തന്നെ അവരെ നാം രൂപം മാറ്റുമായിരുന്നു. ലമസഖ്നാഹും, അവരെ നാം രൂപം മാറ്റുമായിരുന്നു. അലാ മകാനതിഹിം, അവരുടെ അതേ സ്ഥാനത്ത് വെച്ചിട്ട്. ഫമസ്തതാഉ മുദിയൻ വലാ യർജിഊൻ, മുന്നോട്ട് പോകാനോ പിന്തിരിഞ്ഞു പോകാനോ അവർക്ക് സാധിക്കാത്ത രീതിയിൽ. പക്ഷെ അങ്ങനെ അള്ളാഹു ചെയ്തില്ല. കാരണം അള്ളാഹിൻ്റെ റഹ്മത്താണ്. അള്ളാഹു എന്ത് ചെയ്തു? അവരങ്ങ് വിട്ടു, അല്ലേ? ദുനിയാവിൽ അള്ളാഹു അങ്ങനെ വിട്ടു.
അവർ പ്രവാചകന്മാരെ കളവാക്കി, ഖുർആനെ കളവാക്കി, ഖുർആനെ പരിഹസിച്ചു, പ്രവാചകന്മാരെ പരിഹസിച്ചു, ഉപദ്രവിച്ചു. എന്നിട്ട് ഇതൊന്നും അള്ളാഹു ചെയ്യാതെ അള്ളാഹു എന്ത് ചെയ്തു? അവരങ്ങ് ജീവിക്കാൻ വിട്ടു എന്നുള്ളത് അള്ളാഹു അടിമകളോട് ചെയ്ത ഒരു വലിയ കരുണയാണ്. അത് അള്ളാഹു എടുത്തു പറയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ചെയ്ത കരുണയാണ് അള്ളാഹു എടുത്തു പറയുന്നത്. ഇങ്ങനെയൊക്കെ നിഷേധിച്ചിട്ടും അള്ളാഹു എന്ത് ചെയ്തു? അവർക്ക് ദുനിയാവിൽ ജീവിക്കാൻ അവസരം കൊടുത്തു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ നുഅമ്മിർഹു, നാം ആർക്കാണോ ആയുസ് നീട്ടി നൽകുന്നത്, നുനക്കിസ്ഹു ഫിൽ ഖൽഖി, അവൻ്റെ സൃഷ്ടിപ്പിൽ നാം തലതിരിക്കും, സൃഷ്ടിപ്പിനെ തലതിരിക്കും. അഫലാ യഅഖിലൂൻ, അവരെന്താ ചിന്തിക്കാത്തത്? അഥവാ ഒരാൾക്ക് നല്ല വയസ്സായി, വയസ്സ് കൂടുന്നതനുസരിച്ച് അവൻ എന്ത് ചെയ്യും? അവൻ്റെ പഴയ സൃഷ്ടിപ്പിലേക്ക് മാറിപ്പോവാണ്. ഏതുപോലെ ഉമ്മ പ്രസവിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായത്? അവൻ ആ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആദ്യം പ്രസവിച്ച പാടെന്തില്ല, കിടപ്പിലാണ് മൂത്രം, അതൊക്കെ. അതുപോലെ തന്നെ കരച്ചിൽ മാത്രം, മനസ്സിലാവില്ല, പറഞ്ഞാൽ തിരിയില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ഓൻ അതിലേക്കാണ് തിരിച്ചു പോകുന്നത്. പ്രസവിച്ചു, ആരോഗ്യം വന്നു, വയസ്സിങ്ങനെ കൂടി ആരോഗ്യം കൂടി, ഇങ്ങനെ എല്ലാ രീതിയിലും അവൻ വളർന്ന് വലുതായി, പിന്നെ ഇങ്ങനെ അടുത്തേക്ക് പോവുക, ആദ്യത്തെ അവസ്ഥയിലേക്കാണ് തിരിച്ചു പോവുക. അത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. എന്തിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു ഇവിടെ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിലൊന്ന് ശരിക്ക് ചിന്തിച്ചാൽ മനുഷ്യന് ബോധ്യപ്പെടും. എന്ത്? മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന്, അല്ലേ? നമ്മളെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇങ്ങനെ ജീവിച്ച് വലുതായി, ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ അടുത്തേക്ക് വരും, പ്രായം ആകുന്നതനുസരിച്ച് കുട്ടിപ്രായത്തിലേക്കൊന്ന് തിരിച്ചു വരും. അവിടെയാണ് നമ്മൾ ആ ഒരവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്തു? നമ്മളെ നോക്കി. നമുക്കൊരിക്കലും മാതാപിതാക്കൾ ഇല്ലാത്തൊരവസ്ഥ അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പ്രയാസമാണ്. അവരില്ലാതെ നമുക്ക് കഴിയില്ല. അതേപോലെ മാതാപിതാക്കൾ ആ അവസ്ഥയിലേക്ക് എത്തിയാൽ ആര് തുണ വേണം? മക്കൾ വേണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. എന്ത്? അവർക്ക് ആ വാർദ്ധക്യ സഹജമായ പ്രായത്തിൽ അവർ എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ വേണം, തുണയായിട്ട് വേണം. ഏതുപോലെ? നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ അവർ നിങ്ങൾക്കുണ്ടായതുപോലെ. രണ്ടും, മനുഷ്യൻ്റെ തുടക്കവും അവസാനവും രണ്ടും ഒരേപോലെയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉയരുന്നു, പിന്നെ താഴുന്നു. ആ ഉയർച്ചയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ആദ്യഘട്ടം മറക്കാൻ പാടില്ല. ആ ആദ്യ അവസ്ഥയിലേക്ക് ആര് പോയിട്ടുണ്ട്? നമ്മുടെ മാതാപിതാക്കൾ പോയിട്ടുണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാർദ്ധക്യമായ അവസ്ഥയിൽ തൻ്റെ മാതാപിതാക്കൾ ഒരാൾക്ക് കിട്ടിയിട്ട് അവർക്ക് സേവനങ്ങൾ ചെയ്ത് സ്വർഗം നേടിയെടുക്കാത്തവൻ അവൻ നാളെ ആഖിറത്തിൽ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമായി പോകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറഞ്ഞു. ആ ഒരു അവസരം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തിയവൻ വലിയ നിർഭാഗ്യവാനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷം മനുഷ്യനെ ജീവിപ്പിക്കുമെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവരുടെ ജീവിതം വെച്ചിട്ടാണ്, ദുനിയാവിലുള്ള ജീവിതം വെച്ചിട്ട് അള്ളാഹു എന്താണ് ആഖിറത്തുള്ള ജീവിതത്തിന് ഉദാഹരണങ്ങൾ പറയാൻ, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വലിയ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ നോക്കുന്ന വിഷയം. പക്ഷേ നമുക്ക് കുറേ പറയാനുണ്ട് ആ വിഷയത്തിൽ, മാതാപിതാക്കളെ നോക്കുന്ന വിഷയം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഇത് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വമൻ നുഅമ്മിർഹു, ആർക്കാണോ നാം ആയുസ് നീട്ടി നൽകുന്നത്, നുനക്കിസ്ഹു ഫിൽ ഖൽഖി, അവൻ്റെ സൃഷ്ടിപ്പിനെ നാം എന്ത് ചെയ്യും? നേരെ തിരിച്ചു കൊണ്ടുവരും. അഫലാ യഅഖിലൂൻ, അവരെന്താ ചിന്തിക്കാത്തത്? എന്ത് ചിന്തിക്കാത്തത്? ഇതേപോലെ മരണത്തിന് ശേഷം നമ്മളെ അള്ളാഹു ജീവിപ്പിക്കും എന്നുള്ളത് ചിന്തിക്കാത്തത്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ.
അവിടെ ഖുർആനെ പറ്റി പറയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ആ വിഷയം അടുത്ത ആഴ്ച വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ച പോയ ആൾക്കാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്പൂന്തോപ്പ്, അവരുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ നമ്മളെ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ കൂട്ടത്തിൽ മക്കൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അള്ളാഹോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, അള്ളാഹു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ ഔദാര്യം കൊണ്ട് സാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നൽകിയ മക്കൾ അല്ലാഹു സാലിഹീങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.